പ്രാർത്ഥനയ്ക്കായി ഞാൻ ക്ഷണിക്കുന്നു. ശ്രീമതി ശ്രീജ വിനോദ്, ട്രഷറർ മഹിളാ വിംഗ്, ആശ്രം ശ്രീനിവാസ്പുരി, ജസോള കരൂഗ്. നമസ്കാരം. ഹൃദയരാഗതന്ത്രി മീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടും ഈ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ, ചൂടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾക്കളങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹൃദയരാഗതന്ത്രി മീട്ടി. താങ്ക് യു. വളരെ നന്ദിയുണ്ട് ശ്രീജാന്തി. അരുൺകുമാർ സർ, അദ്ദേഹം കഴിഞ്ഞ 20-ലേറെ വർഷങ്ങളായി കേരള പോലീസിൽ തന്റെ കർത്തവ്യം നിർവഹിച്ചു വരുന്നു. അദ്ദേഹം ഇപ്പോൾ കോട്ടയം ജില്ലയിൽ സൈബർ ക്രൈംസ് ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറായി ജോലി ചെയ്യുന്നു. അദ്ദേഹം കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര സ്വദേശിയാണ്. നിലവിൽ അദ്ദേഹം സൈബർ ക്രൈംസിൽ ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ്, ഡാർക്ക് വെബ് തുടങ്ങിയ മേഖലകളിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ കുട്ടികളുടെ സൈബർ സുരക്ഷ സംബന്ധിച്ച് കിഡ്സ് ഗ്ലവ് എന്ന കേരള പോലീസ് പ്രൊജക്ടിൽ ട്രെയിനർ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നിരവധി സൈബർ അവയർനെസ് ക്ലാസുകൾ കൈകാര്യം ചെയ്തു വരികയാണ്. ഞാൻ NSS കുടുംബത്തിന്റെ പേരിൽ ക്ഷണിക്കുന്നു ശ്രീ അരുൺകുമാർ സർ. സർ, പ്ലീസ്, ദി പ്ലാറ്റ്ഫോം ഇസ് യോഴ്സ്. നമസ്കാരം. അരുൺ സർ നമസ്കാരം. 2 ID എന്നാണ് കയറിയിരിക്കുന്നത്. ഒന്ന് അരുൺ കുമാർ എന്ന് പറഞ്ഞ, നത്തിങ് എന്ന് പറഞ്ഞിട്ടുള്ള 2 ID. അതെ അതെ. ഇതിൽ വീഡിയോ ക്ലിയർ അല്ലേ? അല്ല, വീഡിയോ തുറന്നായിരുന്നു. ഇപ്പൊ വീഡിയോ ക്ലിയർ അല്ലേ? അതെ, ക്ലിയർ. നമുക്കൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണോ? ഇനി ആരെങ്കിലും ഒക്കെ ജോയിൻ ചെയ്യാനുണ്ടോ? നമുക്ക് തുടങ്ങാം. ചെയ്തോളൂ, വന്നോണ്ടിരിക്കും. ഓക്കെ, നമസ്കാരം. ഭാഗ്യ, താങ്ക് യു സോ മച്ച്. ഇതില് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും, ഗിരിജ മാം, അതുപോലെ ഇതിന്റെ എല്ലാ ഭാരവാഹികൾക്കും ആദ്യമേ നന്ദി അറിയിക്കുകയാണ്. ഞാൻ ശരിക്കും ഒരു കേസ് എൻക്വയറിയുമായി ബന്ധപ്പെട്ട് പാലക്കാട് നെന്മാറയാണ് ഇപ്പോൾ ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട് നിന്നതുകൊണ്ടാണ് കുറച്ച് ഡിലേ വന്നത്. അതിനാദ്യമേ ഞാൻ സോറി ചോദിക്കുകയാണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരു Q&A പോലെ കുറച്ച് കാര്യങ്ങൾ
ഒന്ന് പറയാം. അപ്പൊ അതില് ഏകദേശം ഒരു അത്യാവശ്യം ആൾക്കാരായി റെഡി. 32ഓളം പാർട്ടിസിപ്പൻസ് ഉണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ആരംഭിക്കാം. നമുക്ക് ഇപ്പൊ എനിക്ക് എന്റെ കൂടുതൽ കോൺടാക്ട് ഉള്ള ഗിരിജ മാഡം ആയതുകൊണ്ട് ഗിരിജ മാഡത്തിന്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോ ഡോക്ടർ ഗിരിജ മാഡത്തിന്റെ വാട്സപ്പ് 2 സെനാരിയോ ഞാൻ പറയുകയാണേ. ആ 2 സെനാരിയോ ഒന്നെന്ന് പറയുന്നത്, ഒന്ന് ഗിരിജ മാഡത്തിന്റെ വാട്സപ്പ് ഐ ഡിയിൽ നിന്നും നിങ്ങളുടെ ആ ഗ്രൂപ്പിലുള്ള മറ്റുള്ളവരുടെ പേഴ്സണൽ ചാറ്റിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്. അപ്പൊ ആ പേഴ്സണൽ ചാറ്റിലേക്ക് വരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഒരു ഹോസ്പിറ്റൽ എമർജൻസി ഉണ്ട്. ആ ഹോസ്പിറ്റൽ എമർജൻസിക്ക് ആയിട്ട് ഒരു 10,000 റുപ്പീസ് ഒരു ഗൂഗിൾ പേ നമ്പർ വെച്ചിട്ടുണ്ട്. ആ ഗൂഗിൾ പേ നമ്പറിലേക്ക് അർജന്റായിട്ട് ട്രാൻസ്ഫർ ചെയ്യുക, ഈവനിങ് ആകുമ്പോൾ തിരിച്ചു തരും. ഇതാണ് ഒരു സെനാരിയോ. രണ്ടാമത്തത് ഗിരിജ മാഡത്തിന്റെ ഐ ഡി എന്നല്ല വരുന്നത്, മറ്റൊരു ഫോൺ നമ്പറിൽ നിന്നും നിങ്ങൾക്ക് വരികയാണ്, ഞാൻ ഗിരിജയാണ്. ഈ ഗിരിജ എന്ന് പറയുന്ന മാഡത്തിന്റെ ഐ ഡി എന്നല്ല വരുന്നത്, പകരം മറ്റൊരു ഐ ഡി എന്ന് പറയുന്നത് ഞാൻ ഗിരിജയാണ്, എനിക്കൊരു എമർജൻസി ഹോസ്പിറ്റൽ കേസുകളുണ്ട്, ഈ ഹോസ്പിറ്റൽ കേസും അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പെട്ടെന്നൊരു 5,000 എൻ്റെ ഈ വേറെ നമ്പർ, ഒരു ഗൂഗിൾ പേ നമ്പർ പറഞ്ഞിട്ടുണ്ട്. അതും ഗിരിജ മാഡത്തിന്റെ അല്ല, ഗൂഗിൾ പേ നമ്പർ പറഞ്ഞിട്ട് ഇതിലേക്ക് അർജന്റായിട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യണം, ഈവനിങ് ആകുമ്പോൾ തിരിച്ചു തരാം. അപ്പൊ 2 സെനാരിയോ ഞാൻ പറഞ്ഞു. ആദ്യത്തെ ഇതില് ഗിരിജ മാഡത്തിന്റെ വാട്സാപ്പിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. രണ്ടാമത്തത് ഗിരിജ മാഡത്തിന്റെ വാട്സാപ്പിൽ നിന്നല്ല, മറ്റൊരു ഫോൺ നമ്പറിൽ നിന്ന് നിങ്ങളുടെ ഫോണിലേക്ക് വരികയാണ്, അർജന്റ് ആണ്, ഹോസ്പിറ്റൽ എമർജൻസി ആണ്, ഒരു 5,000 10,000 എന്തോ ആയിക്കോട്ടെ വാട്സാപ്പ്. അപ്പൊ ആ എമൗണ്ട് അർജന്റ് ആയിട്ട് വേറൊരു നമ്പർ, രണ്ടിലും പറഞ്ഞേക്കുന്ന കോൺടാക്ട് നമ്പറുകൾ വ്യത്യാസമുണ്ട്. അപ്പൊ അതിലേക്കൊന്ന് ഇടുക എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു മെസ്സേജ് വന്നാൽ നിങ്ങൾ അതിനെ എങ്ങനെ പ്രതികരിക്കുക? 2 സെനാരിയോ, ഇതിനകത്ത് ഏതാണ് ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് അറിയാനായിട്ട്. അപ്പോ ഒന്ന് ഗിരിജ മാഡത്തിന്റെ വാട്സാപ്പിൽ നിന്ന് വരുന്നു, ഗൂഗിൾ പേ നമ്പർ വേറൊരാളുടെ നമ്പറാണ്. രണ്ടാമത്തത് മറ്റൊരാളുടെ വാട്സാപ്പിൽ നിന്ന് വരുന്നു, ഞാൻ ഗിരിജയാണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് വരുന്നു. അതിനകത്ത് പറയുന്നതും സെയിം മാറ്ററാണ്. അത് ഞാൻ ഗിരിജയാണെന്ന് ഒരു ഇൻട്രൊഡക്ഷൻ കൂടി മാത്രം ഉണ്ടെന്നേ ഉള്ളൂ. ഇതിലേതാണ് നിങ്ങൾ ഒറിജിനലായിട്ട് സ്വീകരിക്കുക, ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ്, നിങ്ങൾ ഏതാണ് ട്രസ്റ്റ് ചെയ്യുന്നത്, മറ്റൊന്ന് നമ്മൾ ഫേക്ക് ആയിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. ജസ്റ്റ് എനിക്കൊന്ന് ഇതിനകത്ത് ചാറ്റിൽ ഇട്ടാൽ മതി. 1 ആണോ? 1 എന്ന് പറയുന്ന സെനാരിയോ ഗിരിജ മാഡത്തിന്റെ വാട്സാപ്പിൽ നിന്ന് വരുന്നു. സെക്കൻഡ് സെനാരിയോ മറ്റൊരു നമ്പറിൽ നിന്ന് ഞാൻ ഗിരിജയാണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഈ മെസ്സേജ് വരുന്നു. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് കിട്ടിയ ആൻസർ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാ ജസ്റ്റ് അതിലേക്കൊന്ന് ചാറ്റിൽ ഇട്ടേര്. 1 ആണെങ്കിൽ 1, 2 ആണെങ്കിൽ 2, ഇത് രണ്ടും നിങ്ങൾ ജസ്റ്റ് ചാറ്റിലേക്ക് ഇട്ടേക്ക്. ഞാൻ അതിലേക്ക് വരാം. പിന്നൊന്നുള്ളത്, നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ചില തട്ടിപ്പുകളുടെ ഡീറ്റെയിൽ. ഇപ്പൊ ഞങ്ങള് കാലങ്ങളായിട്ട് ഈ സൈബർ മേഖലയിൽ തന്നെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ടൈപ്പാണ്. ഇന്ന് സൈബർ ക്രിമിനൽസ് എടുക്കുന്ന ഒരു പാറ്റേൺ അല്ല നാളെ ഉണ്ടാവുക. അപ്പൊ അങ്ങനെ ഒരു ദിവസം 2-3 സ്ട്രാറ്റജി ഇവര് കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാത്തിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. നമുക്കൊരു ചെറിയ സെഷനേ ഉള്ളൂ, അപ്പൊ അതുകൊണ്ട് ഓടിച്ചൊന്ന് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചാൽ. ഒരു PPT ഉണ്ടായിരുന്നു, പക്ഷെ PPT പ്രസന്റ് ചെയ്യാനുള്ള ടൈം നമുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു പോവാം എന്തൊക്കെയാ വരുന്നതെന്നുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പണം നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഷെയർ മാർക്കറ്റ്. അപ്പൊ ഇതിനകത്ത് തന്നെ നമ്മൾ ഒരുപാട് പേര്, ഇപ്പൊ ഇതിനകത്തുള്ള ആൾക്കാർ പോലും ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട്, ഇൻട്രാഡേ ചെയ്യുന്നവരുണ്ട്, സ്വന്തം ഡിമാറ്റ് അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് ഷെയർ ട്രേഡിംഗ് ചെയ്യുന്നവരുണ്ട്. ഓക്കെ, ഈ ഷെയർ ട്രേഡിംഗിൽ ഉണ്ടാകുന്ന ചതി എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുള്ള പാറ്റേണാണ് ഞാൻ ഈ പറയുന്നത്. ഒന്ന്, നമ്മൾ നോർമലി ഷെയർ ട്രേഡിംഗിൽ ചേരുക, അതായത് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് ഉപയോഗിച്ച് നമ്മൾ തന്നെ റിസ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രേഡിംഗ് ചെയ്യുന്നു. അത് ഓക്കെ. സെക്കൻഡ് വൺ, ഒരു യൂട്യൂബ് വീഡിയോ ഉണ്ടോ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ക്ലാസ് കൊണ്ടോ ഒക്കെ ഷെയർ മാർക്കറ്റ് എന്താണെന്ന് പഠിപ്പിച്ചു തന്നതിന് ശേഷം
ഒരു 6 to 7 മന്തോളം അവർ നമുക്ക് ട്രേഡിങ് പ്രാക്ടീസ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റുകളൊക്കെ ഉണ്ടാക്കി തന്നതിനും ശേഷം അവരൊരു APK ഫയൽ .apk എക്സ്റ്റൻഷൻ ഉള്ള ഫയലിനെയാണ് നമ്മൾ APK ഫയൽ എന്ന് പറയുന്നത്. APK ഫയലായിട്ടോ അല്ലെങ്കിൽ ഒരു ലിങ്ക് ആയിട്ടോ നമുക്കൊരു ലിങ്ക് അയച്ചു തന്നിട്ട് അതുവഴി വേറൊരു ഷെയർ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു. എന്ന് വെച്ചാൽ മറ്റൊന്നും നോക്കണ്ട, ശരിക്കും ഈ സരോദയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഹ്യൂജ് പ്ലാറ്റ്ഫോം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ യാതൊരു ഒരു ഫേക്ക് നമുക്ക് തോന്നാത്ത രീതിയിൽ മറ്റൊരു പ്ലാറ്റ്ഫോം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു. ആ കൊണ്ടുവരുന്ന പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ അതിനകത്ത് തന്നെ റിഫ്ലക്ട് ചെയ്ത് കാണിക്കുന്നു. ഇറ്റ്സ് ഓൺലി വിർച്വൽ. അതിൽ തന്നെ കാണിക്കുന്ന ആ പ്രോഫിറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ അത്യാവശ്യം എന്ത് ചെയ്യുന്നു, അതിനെ വിശ്വസിച്ച് വീണ്ടും വീണ്ടും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒരു റേഞ്ച് കഴിയുമ്പോൾ നമുക്ക് പ്രോഫിറ്റബിൾ ആയി ഒരു ഹെവി പ്രോഫിറ്റ് അതിൽ കാണിക്കുന്ന സമയത്ത് നമ്മൾ വിഡ്രോവൽ റിക്വസ്റ്റ് ഇടുമ്പോഴാണ് ഇത് സ്കാം ആണെന്ന് മനസ്സിലാവുക. അത് ശ്രദ്ധിക്കേണ്ടത്, ഇത് വിഡ്രോവൽ റിക്വസ്റ്റ് ഇടുന്ന ഒരു പക്ഷേ 6 മന്തിന് ശേഷമായിരിക്കും അല്ലെങ്കിൽ 7 മന്തിന് ശേഷമായിരിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഫിറ്റ് വന്നതിന് ശേഷമായിരിക്കും. ആ പ്രോഫിറ്റിന് വേണ്ടി നമ്മൾ ഒരു റിക്വസ്റ്റ് ഇടുന്ന സമയത്താണ് നമുക്കിത് മനസ്സിലായത് ഇത് സ്കാം ആണെന്ന് മനസ്സിലാകുന്നത്. അപ്പോ അതിനകത്ത് മറ്റൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ സ്കാം ആണെന്ന് നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഫണ്ട് കംപ്ലീറ്റ് അവർ വിഡ്രോവൽ ആയിട്ടോ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി ആയിട്ട് കൺവേർട്ട് ചെയ്തോ അതും അല്ലെങ്കിൽ മറ്റ് കൊച്ചു കൊച്ചു അക്കൗണ്ടുകളിലേക്ക് മാറ്റി ആ നമ്മുടെ ഫുൾ എമൗണ്ടും അവർ ഏതെങ്കിലും രീതിയിൽ അവരുടേതാക്കി മാറ്റി കഴിഞ്ഞിരിക്കും. ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് കാലങ്ങൾ കഴിഞ്ഞിട്ടാണ്. ഈ വിഡ്രോവൽ റിക്വസ്റ്റ് ഇടുന്ന ടൈം വരെയും നമ്മൾ അവരെ ട്രസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. വിഡ്രോവൽ റിക്വസ്റ്റ് സമയത്ത് ഒരു പക്ഷെ അവർ ഒന്നുകൂടെ നമ്മളെ ലാസ്റ്റ് സ്കാം എന്നുള്ള രീതിയിൽ അവർ ഒന്നുകൂടെ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു അത്ര ഹ്യൂജ് എമൗണ്ട് ആയതുകൊണ്ട് സാർ ഒരു 10% ഇൻകം ടാക്സ് അടയ്ക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു എന്തെങ്കിലും ഒരു 10% വീണ്ടും നമ്മളെ കൊണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യിച്ചിട്ടായിരിക്കും ഫൈനൽ എമൗണ്ട് കൊണ്ട് അവർ മുങ്ങുക. അപ്പൊ ഇങ്ങനെ ഞങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ഈ ഒരു കേസിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പെട്ടുപോകുക. പോലീസിന്റെ മുമ്പിലേക്ക് ഈ 6 മാസം കഴിഞ്ഞ് വരുന്ന ഈ കേസിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നല്ല. നമ്മളിപ്പോ 1930 എന്ന് പറയുന്ന ഇന്ത്യൻ സൈബർ ക്രൈം പോർട്ടൽ വഴി നമ്മൾ അതിനെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചാലും, അതായത് അതിന് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തത് ഫ്രോഡാണെന്ന് മനസ്സിലാക്കി ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ടൈം ഒരു 3 മണിക്കൂറോ അല്ലെങ്കിൽ വിത്തിൻ ഒരു ദിവസമോ 2 ദിവസത്തിനുള്ളിലൊക്കെയാണ് നമ്മൾ ഫ്രോഡ് ആണെന്ന് മനസ്സിലാക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പോർട്ടൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫണ്ട് ഫ്രീസ് ചെയ്യപ്പെടും. ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ഫണ്ട് നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്ന് ക്ലയന്റിന് മനസ്സിലാവുന്നത് കാലങ്ങൾ കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നമുക്ക് ഈ ഫണ്ടിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റാണ്ട് വരും. ഒരു പക്ഷേ ലാസ്റ്റ് നടത്തിയ ട്രാൻസാക്ഷൻ നമുക്ക് ഫ്രീസ് ചെയ്യാൻ പറ്റിയേക്കാം. അതിനു മുമ്പ് തന്നെ ഫ്രോഡുകൾ ആ എമൗണ്ടുകൾ കംപ്ലീറ്റ് മാറ്റിക്കൊണ്ടിരിക്കുക. ശ്രദ്ധിക്കുക, എപ്പോഴും നിങ്ങൾ ഒരു സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം വഴി മാത്രം ട്രേഡിംഗ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ മാത്രം ട്രേഡ് ചെയ്യുക. അല്ലാതെ ഹ്യൂജ് പ്രോഫിറ്റ് ഓഫർ ചെയ്തുകൊണ്ട് വരുന്ന കംപ്ലീറ്റ് ഓഫറുകൾ എല്ലാ ഓഫറുകളും അങ്ങനെ വരുന്ന ഓഫറുകളെല്ലാം ഫ്രോഡായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇതിൽ പെട്ടിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടെക്നിക്കലി ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അവിടെയാണ് നമ്മൾ കുറച്ചുകൂടെ നമുക്ക് മറ്റൊരു വെല്ലുവിളി എന്ന് പറയുന്നത്. ഇതില് അധ്യാപകരുണ്ട്, പിന്നെ വലിയ വലിയ ബാങ്ക് ഉദ്യോഗസ്ഥരുണ്ട്, ഈവൻ IT മേഖലയിൽ ചെയ്യുന്ന പ്രൊഫഷണൽസ് ഉണ്ട്, കാലങ്ങളായിട്ട് ട്രേഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പോകുമ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് ഉപയോഗിച്ച് സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള കമ്പനികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യാം. ലൈസൻസ് ആയിട്ടുള്ള ബ്രോക്കേഴ്സിനെ യൂസ് ചെയ്യാം. പക്ഷേ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി നമുക്ക് അയച്ചു കിട്ടുന്ന, അല്ലെങ്കിൽ ഞാനൊരു ട്രേഡർ ആണെന്ന് നമുക്ക് ഒരു നേരിട്ട് പരിചയമില്ലാത്ത ഓൺലൈൻ വഴി പരിചയപ്പെട്ട ഒരാളുടെ മുമ്പിലേക്ക് ഒരു കാരണവശാലും നിങ്ങൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കരുത്. അതാണ് നമ്മൾ നേരിടുന്ന രണ്ടാമത്തെ സ്കാം. ഇനി മറ്റൊന്നെന്ന് പറയുന്നത്, ഞങ്ങൾ അതിനെ പറയുക സെക്സ്റ്റോർഷൻ ആണ്. അതായത് കൂടുതലും നമ്മൾ കണ്ടുവന്നിരിക്കുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഫേസ്ബുക്ക് മെസ്സഞ്ചർ വഴിയാണ്. ഈ മെസ്സഞ്ചറിൽ ഒരു 10 മണി, രാത്രി 10 മണി 11 മണിക്കൊക്കെ ശേഷം മെസ്സഞ്ചറിനകത്ത് നമ്മുടെ പ്രൊഫൈല് പബ്ലിക് ആണെങ്കിൽ, ഫേസ്ബുക്ക് പ്രൊഫൈല് പബ്ലിക് ആണെങ്കിൽ നമ്മൾ ആ ചാറ്റിൽ ഉണ്ടോ എന്നുള്ള കാര്യം അത്യാവശ്യം ഫേസ്ബുക്കിൽ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും. ഗ്രീൻ ഡോട്ടിൽ അത് കാണിക്കും. അന്ന് രാത്രി ഒരു 11 മണിയായ ശേഷമൊക്കെ ഇരിക്കുന്ന ആൾക്കാരുടെ മുമ്പിലേക്ക് പെട്ടെന്നൊരു കോൾ വരും, അല്ലെങ്കിൽ ഒരു വീഡിയോ കോൾ ആയിരിക്കും വരിക.
അല്ലെങ്കിൽ ചാറ്റ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഈ ചാറ്റിൽ വീഡിയോ കോൾ വരുന്ന സമയത്തൊന്നും ചിലർ അറ്റൻഡ് ചെയ്യാറില്ല, ചിലർ അറ്റൻഡ് ചെയ്യും. ചെയ്തു കഴിയുമ്പോൾ മറു സൈഡില് നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടിയായിരിക്കും. സുന്ദരിയായ ഒരു പെൺകുട്ടിയെ നമ്മൾ ആദ്യം ചിലർ ആ പെൺകുട്ടി കാണുമ്പോഴേ കട്ട് ചെയ്തിട്ട് പോകും. ചിലരാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യത്തില്ല, പകരം കുറച്ചു നേരം ചാറ്റ് ചെയ്യാമല്ലോ എന്നുള്ള ആ ഒരു ഇൻട്രസ്റ്റിലിരിക്കും. ഈ ഇൻട്രസ്റ്റ് ആണ് അവർ സ്കാമാക്കി മാറ്റുക. ഇതിനകത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത്തരത്തിൽ നമ്മൾ ഒരു വീഡിയോ കോൾ വരികയോ പരിചയമില്ലാത്ത ഒരു കോളിലും നമ്മൾ കൈ കൊടുക്കാൻ നിൽക്കരുത്, അറ്റൻഡ് ചെയ്യാൻ നിൽക്കരുത്. അതായത് ഇങ്ങനെ വരുന്ന വീഡിയോ കോളില് നമ്മൾ അറ്റൻഡ് ചെയ്താൽ മറു സൈഡിൽ നിൽക്കുന്ന പെൺകുട്ടി സെക്കൻഡുകൾക്കുള്ളിൽ ന്യൂഡായിട്ട് മാറും. ആ ന്യൂഡിറ്റി നമ്മൾ വാച്ച് ചെയ്യുന്നു എന്നുള്ളതിന്റെ സ്ക്രീൻഷോട്ട് ആ സെക്കൻഡിൽ തന്നെ അവരെടുക്കും. അപ്പം നമുക്ക് കട്ട് ചെയ്യാനുള്ള സമയം ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. കട്ട് ചെയ്യാനുള്ള സമയം കിട്ടിയാൽ ചിലപ്പോൾ രക്ഷപ്പെട്ടെന്നിരിക്കും. പക്ഷെ ഇതിന്റെ ഇങ്ങേ സൈഡിൽ ഇരിക്കുന്ന ആളുടെ മൈൻഡ് സെറ്റ് പോലും ഇരിക്കും ഇത് ഏത് രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യപ്പെടും എന്നുള്ളത്. ഇപ്പുറത്ത് നിൽക്കുന്ന ആള് കണ്ട് ആസ്വദിക്കാൻ തൽപരനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അത് നന്നായിട്ട് ക്യാപ്ചർ ചെയ്യും, വീഡിയോ ആയിട്ട് ക്യാപ്ചർ ചെയ്യും. ചിലപ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്ന ആള് ആ കുട്ടിയെ പോലെ ന്യൂഡ് ആവാനുള്ള ടെൻഡൻസി ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ അതുകൂടെ ക്യാപ്ചർ ചെയ്യും. ഈ ലാസ്റ്റ് പറഞ്ഞ സെനാരിയോ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ക്രിട്ടിക്കലാണ്. ഇത് ക്യാപ്ചറിങ് കഴിഞ്ഞിട്ട് ആ കോള് കട്ടാവുന്നതോടുകൂടി നമ്മുടെ തന്നെ ഫേസ്ബുക്ക് പ്രൊഫൈലിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ചാറ്റിലേക്കോ ആദ്യം വീഡിയോ അയച്ചു തരും, അല്ലെങ്കിൽ ഫോട്ടോ അയച്ചു തരും. അത് വെച്ചിട്ട് നമ്മളെ പതുക്കെ പതുക്കെ അവര് നമ്മുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചുകൊണ്ടേയിരിക്കും. അതൊരു ബാർഗൈനിങ് ട്രാക്കാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ ബാർഗൈനിങ് ട്രാക്കിൽ നമ്മൾ ചിലർ പെടും എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തിരിക്കുന്നത് ഇൻ കേസ് ഇപ്പുറത്തിരിക്കുന്ന ഒരു സെലിബ്രിറ്റി ആണെന്നിരിക്കട്ടെ. അതായത് നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുടെ സെലിബ്രിറ്റി ആണെങ്കിൽ, സെലിബ്രിറ്റി മീൻസ് ഏത് രീതിയിലാവാം, ചിലപ്പോൾ ഒരു പിന്നെ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവായിരിക്കും, പൊളിറ്റീഷ്യൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രീസ്റ്റ് ആയിരിക്കാം. ഏത് തരത്തിലുള്ള ആളാണെങ്കിൽ ഇപ്പുറത്തിരിക്കുന്ന ആൾ അത്യാവശ്യം സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ പുറത്തു പോകാൻ അയാൾ ഒരിക്കലും അനുവദിക്കത്തില്ല. അതിനുവേണ്ടി എന്ത് ചെയ്യാൻ അയാൾ തയ്യാറാവും. അങ്ങനെയുള്ള ആൾക്കാർ നന്നായിട്ട് ക്യാച്ച് ചെയ്തിട്ട് അവരുടെ കയ്യിലുള്ള ഫണ്ട് മുഴുവനും വാങ്ങിച്ചെടുക്കും. ഒരു 2 CR വരെയൊക്കെ ഈ കേസ് നഷ്ടപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതും ഒരു ടൈപ്പ് ഓഫ് സ്കാമാണ്. ഇത് അത്യാവശ്യം പെട്ടെന്ന് ഫെമിലിയർ ആയിട്ട് വരുന്ന, എന്റെ ഓർമ്മയിൽ പെട്ടെന്ന് കിട്ടുന്ന സാധനങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെന്നുള്ളത് റൊമാൻസ് സ്കാം എന്ന് പറയും. റൊമാൻസ് സ്കാമിന് ലേഡീസിനെയാണ് ടാർഗറ്റ് ചെയ്യുക. റൊമാൻസ് സ്കാം എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്നതിനെ. അതില് ലേഡീസിനെ ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വാട്സപ്പ് ചാറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയ ചാറ്റിലായിരിക്കും ആരംഭിക്കുക. ഈ ആരംഭിക്കുന്ന ചാറ്റ് വളരെ മാന്യമായ ചാറ്റായിരിക്കും. ഈ പുരുഷന്മാരെ പോലെ പെട്ടെന്ന് ലേഡീസ് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്ന് വരുന്ന ഹായ്ക്കൊന്നും റിപ്ലൈ കൊടുക്കാറില്ല. അത് ഇവർക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അങ്ങനെ വരുന്ന ഈ ചാറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തുടക്കത്തിൽ ഹായ് മാത്രം അയച്ച് അവർ വെയിറ്റ് ചെയ്യും. എല്ലാ ദിവസവും ഒരു ഗുഡ് മോർണിംഗ് ഹായിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ചാവുമ്പോൾ നമ്മളൊന്ന് അപ്സെറ്റ് ആവുന്ന സമയത്ത് നമ്മൾ റിപ്ലൈ കൊടുക്കും. ആരാണ്, നിങ്ങൾ ദേഷ്യപ്പെട്ടായിരിക്കും, നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ മെസ്സേജ് ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് റിപ്ലൈ കൊടുക്കുന്ന സമയത്ത് ആ റിപ്ലൈക്ക് വേണ്ടിയാണ് അവർ വെയിറ്റ് ചെയ്യുക. അപ്പൊ അവർ തുടങ്ങും. അവർ പറയും, അയ്യോ എന്നെ മനസ്സിലാവാത്തോണ്ടാണോ, ഞാൻ 10ാം ക്ലാസ്സിൽ കൂടെ പഠിച്ച രാജേഷാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഫെമിലിയർ ആയിട്ടുള്ള പേര് പറയും, രാജേഷ്, സന്തോഷ്, അങ്ങനെയൊക്കെയുള്ള പേര് പറയും. താങ്ക് യു. അപ്പൊ അങ്ങനെ ഫെമിലിയർ ആയിട്ടുള്ള പേര് പറഞ്ഞിട്ട് അവരാരംഭിക്കും. അപ്പോ നമുക്കിത് ആലോചിക്കാനുള്ള സമയം, ഏത് രാജേഷാണ് ഏത് സന്തോഷമാണെന്ന് ചിന്തിക്കാനുള്ള സമയം അവർ ലേഡീസിന് കൊടുക്കത്തില്ല. പിന്നെ അവർ ബേസിക് ആയിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങൾ, ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു, കുഞ്ഞ് സുഖമായിരിക്കുന്നു, നന്നായിട്ട് പഠിക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കുറെ ബേസിക് ചാറ്റുകൾ സ്റ്റാർട്ട് ചെയ്തിട്ട് പതുക്കെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അവര് ഉണ്ടാക്കി. ആ ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് അവരുടെ സ്കാം ആരംഭിക്കുകയാണ്. ഈ സ്കാമിൽ അടുത്തവർ ചെയ്യുന്നത്, നമ്മുടെ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ചെക്ക് ചെയ്തതിനു ശേഷം നമ്മുടെ ഏതെങ്കിലും ഒരു ഇവന്റ് അവർ പിക്ക് ചെയ്യും. ചിലപ്പോൾ ഒരു ബർത്ത്ഡേ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു വെഡിങ് ആനിവേഴ്സറി ആയിരിക്കും. ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഇവന്റ് പിക്ക് ചെയ്തിട്ട് ആ ഇവന്റ് ബേസ് ചെയ്തിട്ട് ഇവർ പറയും, നെക്സ്റ്റ് വീക്ക് ബർത്ത്ഡേ ആണല്ലേ, സോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഗിഫ്റ്റ് അയക്കുന്നുണ്ട്, കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ ചോദിക്കുന്നത് എന്താ, ഒരു ഫ്രണ്ട് അല്ലേ, പിന്നെ ഗിഫ്റ്റ് അയക്കുന്നത് നമുക്ക് വേറെ പ്രശ്നമില്ലല്ലോ എന്ന് പറയും. അപ്പൊ നമ്മൾ ബേസിക്കലി അങ്ങനെയാണ് പറയും. ചിലർ ആദ്യം ഒപ്പോസ് ചെയ്യുമെങ്കിലും അവർ കൺവിൻസ് ചെയ്തെടുക്കും. ചെറിയൊരു ഗിഫ്റ്റ്, ഞാനിപ്പോ കാനഡയിലാണ്, ഞങ്ങളുടെ ഒരു ചെറിയ ഗിഫ്റ്റ് ആണെന്ന് മാത്രം പറഞ്ഞു. ഇതിന് നമ്മൾ എസ് പറഞ്ഞാലും നോ പറഞ്ഞാലും തേർഡ് ഡേയിൽ നമുക്കൊരു കോൾ വരും. ആ കോൾ എന്ന് പറയുന്നത് കസ്റ്റംസിൽ നിന്ന് അറിഞ്ഞ, കസ്റ്റംസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻസി, അവരിൽ നിന്നാണ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യുക. അവർ പറയും, മാഡത്തിനൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട്, ഗിഫ്റ്റ് ആയിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നത്, കാനഡയിൽ നിന്ന് വന്നതാണ്,
മാഡം ആണോ ഈ സംഭവം വന്നിരിക്കുന്നത് ചോദിച്ചു. അപ്പൊ നമുക്ക് അറിയാമല്ലോ, ആൾറെഡി അയാൾ പറഞ്ഞിട്ടുണ്ടെന്ന്. നമ്മൾ പറയും യെസ് ആണെന്ന് പറയും. ഓക്കെ മാഡം, ഒരു പ്രശ്നമുണ്ട്, ഇത് വെളിയിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇൻകം ടാക്സ് റൂള് പ്രകാരം ഇത് ബ്രേക്ക് ചെയ്യേണ്ടി വരും, ഇത് എന്താണെന്ന് അറിയാണ്ട് നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അപ്പൊ നമ്മൾ ഓക്കെ പറയും, നമുക്ക് വേറെ പ്രശ്നങ്ങളില്ലല്ലോ, അപ്പൊ നമ്മൾ ഓക്കെ പറയും. ഇനി നമ്മൾ അഥവാ നമുക്ക് എതിർപ്പുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അയാളെ വിളിച്ച് ചോദിക്കും. അപ്പൊ അയാൾ പറയേ കുഴപ്പമൊന്നുമില്ല, ധൈര്യമായിട്ട് പൊട്ടിച്ചോളാൻ പറ, പ്രശ്നങ്ങളൊന്നുമില്ല. ഹലോ, ഓക്കെ, കുഴപ്പമില്ല. ആരോ അറിയാതെ സംസാരിച്ചാവോ? ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. അപ്പൊ ഇങ്ങനെ ആരംഭിക്കുന്ന ഈ ചാറ്റ് എസ്എംസിൽ നിന്നാണെന്ന് പറഞ്ഞ് നമ്മളെ വിളിക്കുന്ന സമയത്ത് അത് ബ്രേക്ക് ചെയ്തതിന് ശേഷം അവരൊരു ഫോട്ടോ നമുക്ക് അയച്ചു തരും. ആ ഫോട്ടോ കാണുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോവുക. കാര്യം ആ ഫോട്ടോയിൽ ഉണ്ടാകുന്നത് ഒരു നല്ല ക്വാണ്ടിറ്റി ഓർണമെന്റ്സ്, ഗോൾഡ് ഓർണമെന്റ്സ് ഇങ്ങനെ ലേ ഔട്ട് ചെയ്തിരിക്കുന്ന ഒരു പാക്കിംഗ് ആയിരുന്നു. അപ്പൊ നമ്മള് ഇത് തന്നെയല്ലേ ഗിഫ്റ്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ കെസ് പറയാനേ മാർഗമുള്ളൂ. കാര്യം നമ്മൾ ആൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നിട്ട് നമ്മൾ ജസ്റ്റ് അയാളെ ചാറ്റ് ചെയ്ത് ചോദിക്കും, ഇത് ശരിയാണോ, ഇങ്ങനൊരു സാധനമാണോ അയച്ചത്, എന്തിനാ ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് എനിക്ക് അയച്ചെന്ന് ചോദിക്കുമ്പോൾ പറയാം അത് എന്റെ കമ്പനിയുടെ ടേൺ ഓവറിന്റെ ചെറിയൊരു ശതമാനമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞവർ നമ്മളെ കൺവിൻസ് ചെയ്യും. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, ധൈര്യമായിട്ട് അതിന് ഇൻകം ടാക്സ് ഒക്കെ അടച്ചിട്ടുള്ളത്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നമ്മളെ ഓക്കെ പറയും. ഇനി വീണ്ടും അടുത്ത കോൾ വരുന്നത് ഇതാണ്. സർ, കാനഡയിലെ ഇൻകം ടാക്സ് റൂൾ ഓക്കെ ആയിരിക്കും, പക്ഷേ ഇന്ത്യൻ IT റൂൾ പ്രകാരം, ഇൻകം ടാക്സ് റൂൾ പ്രകാരം ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. ഈ വന്നിരിക്കുന്ന ഓർണമെന്റ്സിന്റെ 10% മാഡം ഡ്യൂട്ടി അടയ്ക്കേണ്ടി വരും എന്ന് പറയും. അപ്പൊ നമ്മൾക്ക് എന്തോ വാല്യൂ ഉണ്ടാവും മാഡം? അപ്രോക്സിമേറ്റ് 25 lakh 30 lakhോളം വരും. അതിന്റെ 10% ആയ 2.5 ലക്ഷം രൂപ അല്ലെങ്കിൽ 3 ലക്ഷം രൂപ, ഈ ഒരു എമൗണ്ടേ അവർ പറയത്തുള്ളൂ. 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ ആ എമൗണ്ട് അടയ്ക്കേണ്ടി വരും. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ 25 lakh നമുക്ക് ഓർണമെന്റ്സ് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും എവിടുന്നായാലും നമ്മൾ കടം മറിച്ചിട്ടായാലും ഒക്കെ ആ ഒരു എമൗണ്ട് നമ്മൾ ഇട്ട് കൊടുക്കും അവർ പറയുന്ന അക്കൗണ്ടിലേക്ക്. ആ അക്കൗണ്ടിലേക്ക് പണം പോകുന്നതോടുകൂടി ആ സ്കാം അവിടെ ഓവറാകും, അതോടുകൂടി അവർ കളഞ്ഞിട്ട് പോകും. ചില കേസുകളിൽ നമ്മൾ കണ്ടുവരുന്നത് ഈ ഗിഫ്റ്റിനെ വീണ്ടും ഓരോ സ്പോട്ട് ചെയ്യും. അതായത് ഇപ്പൊ വന്നിരിക്കുന്ന ഡൽഹി ആണെന്നുണ്ടെങ്കിൽ ഡൽഹിയിൽ നിന്ന് ഈ പ്രോഡക്റ്റ് ട്രാവൽ ചെയ്ത് വേറൊരു സ്പോട്ട് ചെയ്ത് അവിടെ നിന്ന് വിളിക്കും. ഇങ്ങനെ പലയിടങ്ങളിൽ നിന്ന് വിളിച്ച് പലതരത്തിൽ പേയ്മെന്റുകൾ, ഒരേ ഗിഫ്റ്റിന്റെ പുറത്ത് തന്നെ പല തവണയായിട്ട് പേയ്മെന്റ് 10 lakhോളം അങ്ങനെ എടുത്തിട്ടുള്ളവരുണ്ട്. പിന്നെ ഈ ചാറ്റില് ആ ഫ്രണ്ട് ചാറ്റ് ചെയ്യുന്ന ഫ്രണ്ടിനെ അമിതമായി വിശ്വസിച്ച് ആ ഫ്രണ്ട് പറയുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ ചെയ്ത് ഒരു ഇമ്മോറൽ ട്രാഫിക്കിലേക്ക് തിരിഞ്ഞു പോയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇമ്മോറൽ ട്രാഫിക്കിലേക്ക് പോയ ഒരു കേസിൽ ഏകദേശം 1 CR നഷ്ടപ്പെട്ട കേസുകളുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള 1-2 സ്കാമുകൾ. പിന്നെ പറഞ്ഞു വന്നത് കിഡ്സിന്റെ കേസുകൾ ഞാൻ പറഞ്ഞു, കുട്ടികളുടെ കാര്യങ്ങളുണ്ട്. ഒരുപാട് ടൈപ്പ് ഓഫ് സ്കാം ഉണ്ട്. ഒന്നുകൂടെ പറഞ്ഞുതരാം. മറ്റൊന്ന്, നമ്മൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് ഡാമേജ് ആണെങ്കിൽ നമുക്ക് 2 ഓപ്ഷനാണുള്ളത്. റിട്ടേൺ ചെയ്യാൻ, ഓൺലൈനിൽ വാങ്ങിക്കുന്ന സാധനം. ഇനി റിട്ടേൺ പോളിസി ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്യും. ഈ കസ്റ്റമർ കെയർ നമ്പർ നമ്മൾ എവിടെ നിന്നായിരിക്കും പിക്ക് ചെയ്യാം? ജസ്റ്റ് ചാറ്റ് ചെയ്യാമോ നിങ്ങൾക്ക് തോന്നുന്ന ആൻസർ? ആ കസ്റ്റമർ കെയർ നമ്പർ നമ്മൾ എവിടെ നിന്ന് പിക്ക് ചെയ്യും? ഓക്കെ, ഞാൻ തന്നെ പറയാം. സാധാരണ വെബ്സൈറ്റ് ഓഫ് ദി പാർട്ടി, ഗൂഗിള്, നെറ്റ് SSS. ഓക്കെ, നല്ല ഓഡിയൻസ് ആണ്, താങ്ക് യു. ഗൂഗിൾ. ഇതിൽ അജിത് കുമാർ KG അദ്ദേഹം പറഞ്ഞതാണ് ശരിക്കും വെബ്സൈറ്റ് ഓഫ് ദി പാർട്ടി. അല്ലാതെ നമ്മൾ ഗൂഗിൾ ചെയ്താൽ കിട്ടുന്ന കസ്റ്റമർ കെയർ നമ്പറുകളിൽ 50% ഫേക്കാണ്. അതിനകത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്യും. ഇപ്പൊ ഞാൻ എന്റെ ഓഫീസിൽ വന്നൊരു ഒരു കേസ് തന്നെ പറയാം. സിമ്പിളാ. ഒരു ആമസോണിന്റെ പ്രൈം സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്യണം ഒരാൾക്ക്. അദ്ദേഹം ഈ ആമസോണിന്റെ പ്രൈം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിളിനകത്ത് ആമസോൺ പ്രൈമിന്റെ കസ്റ്റമർ കെയർ നമ്പർ എന്ന് പറഞ്ഞ് വിളിച്ചൊരു നമ്പർ കിട്ടി. ആ നമ്പറിൽ അങ്ങോട്ട് വിളിച്ച് കോൺടാക്ട് ചെയ്തു.